യേശുവിൽ സ്നേഹമുള്ളവരെ, ഇന്ന് വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 3-ാം അധ്യായം 7 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ധ്യാനിക്കുക. ഇതിൻ്റെ ആദ്യ ഭാഗത്ത് ഈശോ ചെയ്യുന്ന അത്ഭുതങ്ങൾ കാണാൻ പലസ്തീനായുടെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ വരുന്നു. പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കുക, യൂദയായിൽ നിന്ന്, യൂദയയുടെ തലസ്ഥാനമായ ജെറൂസലത്തു നിന്നൊക്കെ ജനങ്ങൾ കടന്നു വരികയാണ്. യേശുവിൻ്റെ പ്രശസ്തി പലസ്തീന മുഴുവനും എത്തിയിരിക്കുന്നു. പലരും യേശുവിനെ കേൾക്കാൻ, ആത്മാർത്ഥമായിട്ട് കേൾക്കാൻ വരുന്നവരുണ്ട്. എന്നാൽ ചിലരൊക്കെ യേശുവിൻ്റെ അത്ഭുതം കാണാൻ വരുന്നവരാണ്. അവരിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടാണ് ഒരു വള്ളം ഒരുക്കി നിർത്താൻ കർത്താവ് ആവശ്യപ്പെടുന്നത്. വലിയ തിക്കും തിരക്കുമുണ്ടായാൽ രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട്. ഇങ്ങനെ പല ലക്ഷ്യങ്ങളോടെയാണ് അവരെ യേശുവിൻ്റെ പക്കൽ കടന്നു വരുന്നത്. കാലത്ത് യേശുവിനെ പ്രത്യേകമായ വിധത്തിൽ മനസ്സിലാക്കുക, അനുഭവിക്കുക, വെളിപ്പെടുത്തുക, പ്രഘോഷിക്കുക, ഇതൊക്കെയാണല്ലോ നമ്മുടെ ദൗത്യം. ഇങ്ങനെയുള്ള വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ട് യേശുവിൻ്റെ അടുത്ത് വരുന്നവർ നമ്മൾ കാണുന്നുണ്ട്. അപൂർണമായ ആ വിശ്വാസ സാക്ഷ്യത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അവിടെ അശുദ്ധാത്മാക്കളുടെ പ്രഖ്യാപനം. അശുദ്ധാത്മാവ് അല്ലെങ്കിൽ പിശാച് നാശത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കുന്നവനാണ്. ദൈവത്തിൻ്റെ ഇഷ്ടത്തെ പരാജയപ്പെടുത്തുന്നവനാണ്. അവൻ്റെ സാക്ഷ്യങ്ങൾ വ്യാജമാണ്. അവൻ്റെ വിളിച്ചു പറയൽ അത് തെറ്റായ രീതിയിലാണ്. അപ്പോൾ അവിടെ യേശു സാക്ഷ്യത്തിന് ഒരിക്കലും സാധ്യതയില്ല, അത് വ്യാജമാണെന്ന് ഓർക്കുക. ഇങ്ങനെയുള്ള അനുഭവങ്ങളാണ് നമ്മൾ ഈ സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ വായിക്കുക. ചിലത് അപൂർണം, ചിലത് വ്യാജം. പൂർണ്ണമായ യഥാർത്ഥത്തിൽ യേശുവിനെ മനസ്സിലാക്കിയുള്ള പ്രഖ്യാപനത്തിനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നമ്മൾ വിശ്വാസം എനിക്ക് എന്ത് ഭൗതിക നേട്ടം ഉണ്ടാക്കിത്തരും എന്നുള്ളതൊക്കെ നോക്കിയിട്ടാണ് നമ്മളുടെ യേശുവിലുള്ള വിശ്വാസവും വിശ്വാസ ജീവിതവും പ്രഖ്യാപനവും ഒക്കെ. അതൊന്ന് വിലയിരുത്താൻ കർത്താവ് ഇന്ന് നമ്മോട് പറയുകയാണ്. രണ്ടാമത് നമ്മൾ ഈശോ അപ്പസ്തോലന്മാരെ വിളിക്കുന്ന രംഗമാണ് കാണുക. ഈശോ തനിക്കിഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിക്കുന്നു. അവർ അവൻ്റെ സമീപത്തേക്ക് ചെല്ലുന്നു. അല്പവും താമസമില്ലാതെ, മടി കൂടാതെ ഉടനെ തന്നെ അവരെ യേശുവിൻ്റെ സമീപത്തേക്ക് ചെല്ലുന്നു. കർത്താവ് അവരെ വിളിക്കുന്നത് തന്നോടുകൂടി ആയിരിക്കുന്നതിനാണ്. അപ്പോൾ വളരെ ഹൃദ്യമായൊരു അനുഭവം നമുക്കവിടെ കാണാൻ സാധിക്കും. യേശുവിൻ്റെ വ്യക്തിപരമായ സ്നേഹം. കർത്താവ് അത്രമാത്രം പരിഗണനയാണ് തൻ്റെ അപ്പസ്തോലന്മാർക്ക് നൽകുന്നത്. യേശുവുമായുള്ള ഹൃദ്യമായ ബന്ധം ഈ അപ്പസ്തോല ഗണത്തിലെ ഓരോരുത്തരും പരസ്പരം അവർക്കുണ്ടാകേണ്ട ആ ആത്മാർത്ഥമായ ബന്ധം. നമ്മൾ ഓർക്കുക, അപ്പസ്തോലന്മാരിൽ 4 പേര് മുക്കുവരാണ്. ഒരാൾ ചുങ്കം പിരിക്കുന്നവനാണ്. ഒരാൾ തീവ്രവാദ ഗ്രൂപ്പിൽപ്പെട്ട വ്യക്തിയാണ്. പക്ഷെ ഇവരെല്ലാവരും ഒരുമിച്ച് ഒരേ മനസ്സായി നിൽക്കണം. അവരിലാരും ഒരു വലിയ പ്രഘോഷകനോ അല്ലെങ്കിൽ തിരുവചനത്തിൽ പഴയ നിയമത്തിൽ പണ്ഡിതനായ ഒരാളൊന്നുമില്ല. സാധാരണക്കാരായ മനുഷ്യരെയാണ് ഈശോ വാർത്തെടുക്കുന്നത്. എന്നിട്ടും അവരുടെ മനസ്സിൽ സ്നേഹമുണ്ട്, ഐക്യമുണ്ട്. അങ്ങനെ സ്നേഹവും ഐക്യവും ഉള്ളവരെയാണ് കർത്താവ് അയക്കുന്നത്, പ്രസംഗിക്കാൻ അയക്കുന്നത്, പിശാചുക്കളെ ബഹിഷ്കരിക്കാനായിട്ട് അധികാരം നൽകുന്നത്. ഇന്ന് യേശുവിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക്, പരസ്പരം ചേർന്ന് നിൽക്കുന്നവർക്ക് മാത്രമേ തിന്മയുടെ ശക്തി ചെറുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ, സഭാജീവിതത്തിൽ, ഇടവക ജീവിതത്തിൽ, പ്രത്യേകിച്ച് കുടുംബജീവിതത്തിലൊക്കെ വേണ്ടത് ഈ ഹൃദ്യതയാണ്. ആഴമായ ദൈവവിശ്വാസം, ഈശോയോട് ചേർന്ന് നിൽക്കുന്ന
വലിയ അനുഭവം, ഒപ്പം തന്നെ ആ പരസ്പരമുള്ള സ്വീകരണം, ഇതുണ്ടെങ്കിലാണ് നമ്മൾ ഇന്ന് ഏറ്റവും നല്ല സാക്ഷ്യം യേശുവിന് നൽകുകയുള്ളൂ എന്ന് നമുക്ക് തിരിച്ചറിയാം. മൂന്നാമതൊരു ചിന്ത, ഈശോ ശിഷ്യന്മാരെ വിളിച്ച് ചിലർക്ക് പേരുകൾ പ്രത്യേകമായിട്ട് നൽകുന്നുണ്ട്. ഈശോ പത്രോസ് എന്ന പേര് നൽകുന്നു ശമയോന്. നമുക്കറിയാം, പത്രോസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പാറ എന്നാണ്. നല്ലൊരു പക്ഷേ ശമയോൻ്റെ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ എപ്പോഴും ചാഞ്ചല്യപ്പെടുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചായുന്ന ഒരു സ്വഭാവ സവിശേഷതയാണ്, വ്യക്തിത്വമാണ്. പക്ഷേ ഈശോ ശമയോൻ്റെ ജീവിതത്തിൽ സാധ്യതകൾ മുൻകൂട്ടി കണ്ട് അവന് പത്രോസ് എന്ന പേര് നൽകുകയാണ്. ഈ വലിയ പാറമേൽ യേശുവിൻ്റെ സഭ ഉറപ്പിക്കപ്പെടണം, വലിയ കോട്ടയായിട്ട് നിൽക്കണം. വീണ്ടും ഈശോ പേര് നൽകുന്ന സെബെദെയി പുത്രന്മാരുണ്ട്. ബോവനർഗസ്, ഇടിമുഴക്കത്തിൻ്റെ പുത്രന്മാർ എന്നാണ് പേര് നൽകുന്നത്. തീർച്ചയായിട്ടും ആദ്യമായി ചിന്തിക്കുക അവരുടെ ക്ഷിപ്രകോപമാണ്. പെട്ടെന്ന് കോപിക്കുന്ന മനസ്ഥിതിക്കാരാണ്. മറ്റുള്ളവരോട് പരിഗണനയോ സഹിഷ്ണുതയോ ഇല്ലാത്തവരാണ്. പക്ഷേ ഈശോ അവരെ മാറ്റുന്നുണ്ട്. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ, വലിയ അപ്പോസ്തലന്മാരാകാനൊക്കെ യാക്കോബിനെയും യോഹന്നാനെയും കർത്താവ് ഒരുക്കുന്നു. ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷിയാവുന്നു യാക്കോബ്. യോഹന്നാൻ യേശുവിൻ്റെ വലിയ ശബ്ദമായി, ദൈവത്തിൻ്റെ വലിയ ഇടിമുഴക്കമായി സുവിശേഷം എഴുതുന്നു, തിരുവചനം എഴുതുന്നു, യേശുവിനെ പറ്റി പ്രഘോഷിക്കുന്നു. അതേസമയം തന്നെ അവിടെ അപ്പസ്തോലന്മാരെ വിളിക്കുമ്പോൾ അവസാനത്തെ അപ്പസ്തോലൻ യേശുവിന് ഒറ്റുകൊടുത്ത യൂദാസ് കറിയോത്ത എന്നുള്ള ആ സൂചന മറ്റൊരു ചിന്തയിലേക്ക് കൂടി നമ്മൾ നയിക്കുകയാണ്. കറിയോത്ത എന്നുള്ള സ്ഥലത്തു നിന്ന് വരുന്നവനാണ് യൂദാസ്. അവനിൽ വലിയ സാധ്യത കർത്താവ് കണ്ടിരുന്നു. അവനും വലിയൊരു അപ്പസ്തോലനാകാനുള്ള വിളി കർത്താവ് നൽകിയിരുന്നു. അവൻ്റെ ജീവിതത്തിൽ ഒരുപക്ഷെ യേശുവിൻ്റെ മരണത്തിന് ശേഷം, ഉത്ഥാനത്തിനൊക്കെ ശേഷം അവനും ഏതെങ്കിലും അകന്ന അല്ലെങ്കിൽ മറ്റൊരു ഭൂവിഭാഗത്തേക്ക് പോയി അവിടെ യേശുവിനെ പറ്റി പറയാൻ സാധിക്കുമായിരുന്നു, സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ എല്ലാം അവൻ നഷ്ടപ്പെടുത്തി. അവൻ്റെ സ്വാതന്ത്ര്യം ദുരുപയോഗിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈശോ നമ്മെ നോക്കുന്നു, നമ്മുടെ സാധ്യതകൾ കാണുന്നു. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥകളും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും നമ്മുടെ പോരായ്മകളും കുറവുകളും അതൊന്നുമല്ല കർത്താവ് നോക്കുക. നിൻ്റെ സാധ്യതകൾ, നിന്നിലുള്ള സാധ്യതകൾ, കർത്താവിന് നിന്നെ എടുത്തുപയോഗിക്കാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നിൻ്റെ പരാജയങ്ങൾ നിന്നെ നഷ്ടധൈര്യനാക്കരുത് എന്നുള്ള വലിയ സത്യം കൂടി കർത്താവ് നമ്മളെ ഈ അവസരത്തിൽ പഠിപ്പിക്കുകയാണ്. കർത്താവിൻ്റെ വാക്കുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അപ്പോസ്തലന്മാരെ പോലെ എപ്പോഴും അവിടുത്തോടു കൂടി ആയിരിക്കാൻ, അവിടുത്തെ യഥാർത്ഥത്തിൽ പ്രഘോഷിക്കാൻ ഉള്ള കൃപയ്ക്കായിട്ട് നമുക്കിന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ആമേൻ.